ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ട് കാണും. ഇസ്രായേൽ യുദ്ധങ്ങൾ ജയിക്കുമ്പോൾ യഹൂദൻ തോൽക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം വ്യാപിച്ചു കിടക്കുന്ന അതിജീവനത്തിൻ്റെയും പീഡനങ്ങളുടെയും ചരിത്രമാണ് യഹൂദ ജനതയ്ക്ക് പറയുവാനുള്ളത്. സ്വന്തം രാജ്യത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ സൈന്യത്തെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ സഹായത്തോടുകൂടെ ശത്രുക്കളുടെ തന്ത്രങ്ങളെ ഒന്നൊന്നായി തകർത്തെറിയുന്ന ഇസ്രായേൽ ശരിക്കും ഒരത്ഭുത രാജ്യം തന്നെയാണ്. ഇസ്രായേൽ എന്ന രാജ്യം തങ്ങളുടെ സുരക്ഷയ്ക്കായി നടത്തുന്ന എല്ലാ യുദ്ധങ്ങളിലും അവർ വിജയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ ആഗോളതലത്തിൽ സാധാരണക്കാരായ യഹൂദന്മാർ സ്വന്തം വിശ്വാസത്തിൻ്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെടുന്നതിൻ്റെ കഥകളാണ് നമ്മൾ ലോകമെങ്ങും നിന്നും കേൾക്കുന്നത്. അതെ, യഹൂദൻ ഇന്ന് യുദ്ധങ്ങൾ വിജയിച്ച് തോൽക്കുന്നവരായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സൈനികമായി ഇത്രയും ശക്തിയും ശക്തമായ ഒരു ജനതയുമായ യഹൂദൻ ആഗോളതലത്തിൽ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത്? ഇതിനു പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ ഗൂഢാലോചനകളും അതിനെക്കുറിച്ചുള്ള വിസ്മയകരമായ ബൈബിൾ പ്രവചനങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. എല്ലാം തുടങ്ങിയത് നമുക്കറിയാവുന്നതുപോലെ 2023 ഒക്ടോബർ 7-നാണ്. അന്നായിരുന്നു ഹമാസ് ഭീകരർ ഇസ്രായേലിൻ്റെ വലിയ ശക്തമായ സുരക്ഷാ വേലികളെ തകർത്ത് രാജ്യത്തിനകത്തേക്ക് കടന്നു കയറുകയും കണ്ണിൽ കണ്ടവരെയെല്ലാം അതിക്രൂരമായി കൊന്നു തള്ളുകയും ചെയ്തത്. മാത്രവുമല്ല, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അവർ പീഡിപ്പിച്ചു. 250-ലധികം ആളുകളെ ബന്ദികളാക്കി അവരുടെ ഒളിവിടങ്ങളിലേക്ക് അവർ കൊണ്ടുപോയി. ഇസ്രായേൽ അടങ്ങിയിരുന്നില്ല. ഇതിന് പ്രതികാരമായി ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടികൾ അവർ ആരംഭിച്ചു. ഗാസയെ തകർത്തെറിയുകയും ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളെ മുഴുവൻ കൊന്നുകളയുകയും ചെയ്തു. എന്നാൽ യുദ്ധം അവിടെയൊന്നും അവസാനിച്ചില്ല. ഈ സംഘടനകൾക്ക്, ഈ ഭീകര സംഘടനകൾക്കെല്ലാം പണവും ആയുധവും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകിയ, അവരെ നിയന്ത്രിക്കുന്ന ഇറാനെ നേരിട്ടുള്ള സൈനിക ഇടപെടലിലൂടെ ഇല്ലാതെയാക്കുവാനുള്ള ഒരു മഹായുദ്ധത്തിലേക്കാണ് ഇത് കൊണ്ടുവന്നെത്തിച്ചത്. ഇതിൻ്റെ തുടർച്ചയായി 2026 ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന പേരിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. ഈ സംയുക്ത ആക്രമണത്തിൽ ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പാടെ തകർന്നുപോയി. ടെഹ്റാനിലെ പരമോന്നത നേതാവ് അലി ഖൊമേനിയുടെ വസതിയും പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക കൊട്ടാരവും വരെ ആക്രമിക്കപ്പെട്ടു. ഫെബ്രുവരി 28-ന് നടന്ന പ്രതിരോധ കൗൺസിൽ യോഗത്തെ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിൽ ഇറാൻ്റെ സായുധ സേനാ തലവൻ, പ്രതിരോധ മന്ത്രി എന്നിവർ ഉൾപ്പെടെയുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരും ഇൻ്റലിജൻസ് തലവന്മാരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലോകം ഞെട്ടലോടെ കേട്ട വാർത്ത. സൈനികമായി നോക്കുമ്പോൾ ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലും സഖ്യകക്ഷിയും തങ്ങളുടെ ശത്രുക്കളുടെ മേൽ സർവാധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇസ്രായേൽ കൈവരിക്കുന്ന ഈ വലിയ സൈനിക വിജയങ്ങൾ ആഗോളതലത്തിൽ സാധാരണക്കാരായ യഹൂദന്മാർക്ക് ഒട്ടും ആശ്വസിക്കുവാൻ വക നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്കെതിരെ വിദ്വേഷത്തിൻ്റെ ഒരു മഹാമാരി തന്നെ ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഈ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെയും യൂറോപ്പിലെയും തെരുവുകളിൽ യഹൂദന്മാർക്കെതിരെയുള്ള വിദ്വേഷം പടർന്നു പിടിച്ചു. തെരുവുകളിലെങ്ങും ആൻറ്റി സെമിറ്റിക് പ്രകടനങ്ങളും പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും കൊണ്ട് നിറഞ്ഞു. അതിനേക്കാളെല്ലാം ഉപരി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരായ യഹൂദന്മാർ നിരന്തരമായി ആക്രമണങ്ങൾക്ക് വിധേയരായി. ആൻറ്റി ഡിഫമേഷൻ ലീഗിൻ്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 2023 ഒക്ടോബർ 7-ന് ശേഷം അമേരിക്കയിൽ യഹൂദ വിരുദ്ധ സംഭവങ്ങളിൽ വലിയ വർധനവുണ്ടായി. 2024 ഈ സംഭവങ്ങൾ 9354 എന്ന സർവകാല റെക്കോർഡിൽ എത്തിച്ചേർന്നു. എന്നാൽ 2025 കണക്കുകൾ പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റം സങ്കീർണവും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുന്നുണ്ട്. ക്യാമ്പസുകളിലെ പ്രകടനങ്ങൾക്കെതിരെ അമേരിക്കൻ ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിച്ചതോടുകൂടെ യഹൂദന്മാർക്കെതിരെയുള്ള ഹെയ്റ്റ് ബന്ധപ്പെട്ട സംഭവങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി.
എന്നാൽ സത്യത്തിൽ ഈ കണക്ക് ഒരു വെറും മിഥ്യ മാത്രമാണ്. അതിനകത്ത് ഒരാശ്വസിക്കുവാൻ വകയുമില്ല. ആകെ സംഭവങ്ങളുടെ എണ്ണം കുറഞ്ഞെങ്കിലും നേരിട്ട് യഹൂദന്മാർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ അതിൻ്റെ ശതമാനം വർദ്ധിച്ചു. അതിലും ഭീകരം മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ 39% വർദ്ധിച്ചു എന്നതാണ്. അതായത് അക്രമങ്ങളുടെ മൊത്തം എണ്ണം കുറഞ്ഞെങ്കിലും അതിൻ്റെ എഫക്റ്റ് കൂടി വന്നു, മാരകമായി തീർന്നു. 2019 ശേഷം ആദ്യമായി 2025 അമേരിക്കൻ മണ്ണിൽ യഹൂദ വിരുദ്ധത കാരണം 3 ജീവനുകൾ പൊലിഞ്ഞു. വാഷിങ്ടൺ DC-യിലെ ക്യാപിറ്റൽ ജൂവിഷ് മ്യൂസിയത്തിന് പുറത്തു വെച്ച് 2 ഇസ്രായേലി നയതന്ത്ര ഉദ്യോഗസ്ഥർ വെടിയേറ്റ് പിടഞ്ഞു മരിച്ചു. സുരക്ഷിതമെന്ന് കരുതിയ ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ഇന്ന് ഒരു യഹൂദനായി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും മരണഭയം നിറഞ്ഞൊരു കാര്യമായി മാറ്റപ്പെട്ടിരിക്കുന്നു. വിചിത്രമായി തോന്നാമെങ്കിലും ഇസ്രായേൽ ആഗോളതലത്തിൽ നടത്തുന്ന യുദ്ധങ്ങൾ എങ്ങനെയാണ് ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ പാർക്കുന്ന സാധാരണക്കാരായ യഹൂദന്മാരുടെ സുരക്ഷയെ ബാധിക്കുന്നത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 2026 മാർച്ച് 12 മിഷിഗനിലെ വെസ്റ്റ് ബ്ലൂംഫീൽഡിലുണ്ടായ ടെമ്പിൾ ഇസ്രായേൽ സിനഗോഗിൽ നടന്ന ഭീകരാക്രമണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആക്രമണം നടത്തിയത് ലെബനീസ് വംശജനായ അമേരിക്കൻ പൗരൻ ഐവാൻ മുഹമ്മദ് ഗസാലി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ്, അതായത് മാർച്ച് 5 ലെബനിലെ മഷ്ഗര എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ നടത്തിയ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഗസാലിയുടെ 2 സഹോദരന്മാർ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ട സഹോദരന്മാരിൽ ഒരാൾ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചിരുന്ന ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറായിരുന്നു എന്നതും ഓർക്കുക. തൻ്റെ സഹോദരങ്ങളുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനാണ് ഗസാലി ഈ സിനഗോഗിലേക്ക് ആയുധങ്ങളുമായി ഇടിച്ചു കയറിയത്. അമേരിക്കയിലെ ഏറ്റവും വലിയ റിഫോം സിനഗോഗുകളിൽ ഒന്നായിരുന്നു ഈ ടെമ്പിൾ ഇസ്രായേൽ. $2000 സ്ഫോടക വസ്തുക്കൾ ട്രക്കിൽ കുത്തി നിറച്ചുകൊണ്ടാണ് അയാൾ സിനഗോഗിൻ്റെ പ്രവേശന കവാടം തകർത്ത് അകത്തേക്ക് ഓടിച്ചു കയറ്റിയത്. ട്രക്ക് ഉള്ളിൽ കുടുങ്ങിപ്പോയതോടെ ഗസാലി റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർത്തു. ഒടുവിൽ ട്രക്കിനുള്ളിൽ വെച്ച് അയാൾ സ്വയം വെടിവെച്ച് മരിച്ചു. ഈ ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ ഈ സിനഗോഗിനകത്ത് 140 കുഞ്ഞുങ്ങളും 30-ലധികം ജീവനക്കാരും ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. വലിയ ഒരു അനർത്ഥം സംഭവിക്കാമായിരുന്നു. എന്നാൽ സമയോചിതമായ സുരക്ഷാ ജീവനക്കാരുടെ ഇടപെടൽ കൊണ്ട് മാത്രം ആ സംഭവത്തിൻ്റെ ഭീകരത അല്പം കുറഞ്ഞുപോയി എന്നുള്ളതേ ഉള്ളൂ. യൂറോപ്പിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. യൂറോപ്യൻ യൂണിയൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം 96% യഹൂദന്മാരും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ തോതിലുള്ള വിവേചനം നേരിടേണ്ടി വരുന്നുണ്ട്. ജർമ്മനിയിലെ ബെർലിനിൽ മാത്രം 2267 യഹൂദ വിരുദ്ധ കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫ്രാൻസിലാകട്ടെ മതവിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ പകുതിയിലധികം നടക്കുന്നത് യഹൂദന്മാർക്ക് നേരെയാണ്. ഇനി ഇത്തരം ആസൂത്രിത ആക്രമണങ്ങൾ തടയുന്നതിൽ സുരക്ഷാ ഏജൻസികൾ പരാജയപ്പെടുവാൻ എന്താണ് കാരണമെന്നുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ലോകമെങ്ങും ഇസ്രായേലിനെതിരെ ഈ ഭീകരാക്രമണങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നതിൻ്റെ പിറകിൽ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും കത്തായിബ് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയും നടത്തുന്ന ഹൈബ്രിഡ് വാർഫയർ അഥവാ നിഴൽ യുദ്ധമുറയാണുള്ളത്. ഇവർ നേരിട്ട് ഒരാക്രമണങ്ങളും നടത്തുന്നില്ല. സോഷ്യൽ മീഡിയയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് യൂറോപ്പിലെ പ്രാദേശികരായ സാധാരണക്കാരായ മയക്കുമരുന്നിന് പണം ആവശ്യമായിട്ടുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ പ്രാദേശിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ക്രിമിനൽസ്, ഇവരെയൊക്കെ ഇവർ വിലയ്ക്ക് വാങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗിഗ് ഇക്കണോമി ഭീകരവാദം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വയലൻസ് ആസ് എ സർവീസ് എന്ന പേരും ഇതിന് അവർ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ തന്ത്രപരമായി തങ്ങളോട് ചേർക്കുന്ന, ആശയപരമായിട്ടല്ല, അവരുടെ ആശയവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറച്ച് ക്രിമിനൽസിനെ അല്ലെ കൗമാരക്കാരെയൊക്കെ പിടിച്ച് അവർക്ക് ചെറിയ തുക കൊടുത്തിട്ട് അവരെ കൊണ്ട് യഹൂദന്മാർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുക, കല്ലെറിയിപ്പിക്കുക, ബോംബെറിയിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ തന്ത്രത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഹരക്കത്ത് അഷാബ് അൽ യമീൻ അൽ ഇസ്ലാമിയ എന്ന നിഴൽ സംഘടന. ഈ സംഘടന പ്രത്യയശാസ്ത്രപരമായി തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറച്ച് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചിട്ട് അവർക്ക് ചെറിയ പണം നൽകി ലണ്ടനിലെ യഹൂദന്മാരുടെ ആംബുലൻസുകൾ കത്തിക്കുകയും സിനഗോഗുകൾക്ക് നേരെ ബോംബെറിയിക്കുകയും ചെയ്തു. ഒടുവിൽ 2026 ഏപ്രിൽ ലണ്ടനിലെ തെരുവിൽ വെച്ച് 2 യഹൂദ യുവാക്കളെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിന് പിന്നിലും ഈ നിഴൽ സംഘടനയായിരുന്നു. അതായത്
ഇറാൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് സംഭവങ്ങൾ നടക്കുന്നതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഈവൻ മുസ്ലിം നാമധാരികൾ പോലും അല്ലാത്ത പ്രാദേശിക കുറ്റവാളികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് ആര് പണം കൊടുത്തു എന്ന് പോലും അവർക്ക് തിരിച്ചറിവില്ലാതാകുന്നു, അല്ലെങ്കിൽ അവരറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾക്ക് പുറമെ സോഷ്യൽ മീഡിയ വഴിയും യഹൂദർക്ക് നേരെ വലിയ തോതിലുള്ള കോഗ്നിറ്റീവ് വാർഫെയർ അഥവാ മാനസിക യുദ്ധം നടക്കുന്നുണ്ട്. അടുത്തയുടെ ടിക്ടോക്കിൽ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യാജ റബ്ബിമാരുടെ 49 വ്യാജ അക്കൗണ്ടുകളാണ് കണ്ടെത്തിയത്. ഈ വ്യാജ യഹൂദ റബ്ബിമാർ യഹൂദ സമൂഹത്തിനെതിരായി അവരുടെ ആശയങ്ങളെയും സിദ്ധാന്തങ്ങളെയും തന്നെ വികലമാക്കി അവതരിപ്പിക്കുന്നു, അങ്ങനെ പ്രചരിപ്പിക്കുന്നു. വെറും 49 അക്കൗണ്ടുകളിലായി 10 ദശലക്ഷത്തിലധികം ലൈക്കുകളാണ് ഇവർ നേടിയത്. വ്യാജ വാർത്തകളും മീമുകളും ഡീപ് ഫേക്ക് വീഡിയോകളും ഇങ്ങനെ അതിവേഗം റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു. ഇസ്രായേൽ എന്ന രാജ്യം തങ്ങളുടെ സുരക്ഷാ യുദ്ധങ്ങളിലെല്ലാം വിസ്മയകരമായ വിജയം കൈവരിക്കുമ്പോഴും ആഗോളതലത്തിൽ യഹൂദ ജനത ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത് വെറും ഒരു രാഷ്ട്രീയ യാദൃച്ഛികതയല്ല, മറിച്ച് ഇത് ബൈബിളിലെ അന്ത്യകാല പ്രവചനങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് അന്ത്യകാല പ്രവചനങ്ങൾ സൂക്ഷ്മമായി പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ലോകമെങ്ങും ചിതറിപ്പാർക്കുന്ന യഹൂദരുടെ ഒരു പുനരേകീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബൈബിൾ പ്രവചനം അനുസരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പോയ യഹൂദ ജനത അന്ത്യകാലത്ത് തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. എസക്കിയ പ്രവചനം 36:24 ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് വരുത്തും. 1900-ലധികം വർഷങ്ങൾ രാജ്യമില്ലാതെ ലോകം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ യഹൂദന് 1948 ഇസ്രായേൽ എന്ന സ്വന്തം രാഷ്ട്രം ലഭ്യമായി. അങ്ങനെ പ്രവചനത്തിൻ്റെ അത്ഭുതകരമായൊരു നിവർത്തിയുടെ ആരംഭമുണ്ടായി. എന്നാൽ ഇന്നും യഹൂദന്മാരിൽ ബഹുഭൂരിപക്ഷവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുകയാണ്. അവർക്ക് സുരക്ഷിതമെന്ന് കരുതുന്ന രാജ്യങ്ങളൊന്നും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം സംജാതമായെങ്കിൽ മാത്രമേ യഹൂദന്മാർ മുഴുവനായി തന്നെ ഇസ്രായേലിലേക്ക് മടങ്ങി വരികയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഈ പ്രവചനം യാഥാർത്ഥ്യമാകണമെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദന്മാരെല്ലാം ഇസ്രായേലിലേക്ക് വന്നു ചേരേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, സുരക്ഷിത രാജ്യങ്ങളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യഹൂദന്മാർ എന്തിന് ഇസ്രായേലിലേക്ക് പോകണം? അവരിപ്പോൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അവർ സ്വന്തം രാജ്യത്തേക്ക്, മാതൃരാജ്യത്തേക്ക് മടങ്ങുവാൻ തയ്യാറാകുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. രണ്ടാമത്തെ പ്രവചനപരമായ ഭാഗം യാക്കോബിൻ്റെ കഷ്ടകാലം സംബന്ധിച്ചുള്ളതാണ്. അന്ത്യകാലത്ത് ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുന്ന ഗുരുതരമായ വലിയൊരു കഷ്ടതയെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ ദിവസം വലിയതാകുന്നു, അതിനോട് തുല്യമായതും മറ്റൊന്നുമില്ല, അത് യാക്കോബിൻ്റെ കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും. യിരെമ്യാവ് 30:7 ഈ വാക്യമുള്ളത്. മത്തായി 24:21 കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടമെന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഹൂദ വിരുദ്ധത ആഗോളതലത്തിൽ ശക്തി പ്രാപിക്കുന്നതും ഇസ്രായേലിൻ്റെ അത്ഭുതകരമായ സൈനിക വിജയങ്ങൾക്കിടയിലും യഹൂദൻ ലോകത്തിൽ ഒരിടത്തും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നതും ഈ കഷ്ടകാലത്തിൻ്റെ തുടക്കത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഭാവിയിൽ വെളിപ്പെടുന്ന അന്തിക്രിസ്തു ഇസ്രായേലുമായി 7 വർഷത്തെ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുകയും ആ ഉടമ്പടിയുടെ മധ്യത്തിൽ അത് ലംഘിച്ച് യഹൂദന്മാരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ദാനിയേൽ പ്രവചനം നമ്മുടെ മുൻപിൽ തുറന്നു കാണിക്കുന്നത്. പ്രവചനപരമായ മൂന്നാമത്തെ കാര്യം യെരുശലേമിന് വിരോധമായ ആഗോള കൂട്ടായ്മയെക്കുറിച്ചാണ്. ഇന്ന് ഇസ്രായേൽ തങ്ങളുടെ സൈനിക ശക്തി കൊണ്ട് ശത്രുക്കളെ ജയിക്കുന്നുണ്ടെങ്കിലും ലോകരാജ്യങ്ങളെല്ലാം ഒന്നിച്ച് ഇസ്രായേലിനെതിരായി തിരിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ ഇത് മുന്നമേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും, ഞാൻ ഭൂമിയിലെ സകല ജാതികളെയും അതിന് വിരോധമായി കൂട്ടിവരുത്തും. സഖറിയാവ് 12:2-3 വാക്യങ്ങളിൽ ഇത് സൂചിപ്പിക്കുന്നു.
അതായത് ഇസ്രായേൽ കൈവരിക്കുന്ന രാഷ്ട്രീയ വിജയങ്ങൾ അല്ലെങ്കിൽ സൈനികമായ വിജയങ്ങൾ ഒടുവിൽ അവരെ ആഗോള തലത്തിൽ പൂർണ്ണമായ ഒരു ഒറ്റപ്പെടലിലേക്ക് നയിക്കുമെന്ന് ചുരുക്കം. പുറമേ നിന്ന് നോക്കുമ്പോൾ യഹൂദർ നേരിടുന്ന പീഡനങ്ങൾ ആധുനിക രാഷ്ട്രീയ പകപോക്കലുകളുടെയും ഹൈബ്രിഡ് യുദ്ധമുറകളുടെയും ഫലമാണ്. എന്നാൽ ബൈബിൾ പ്രവചനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ കഷ്ടതകൾ തികച്ചും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. മറിച്ച് ദൈവത്തിൻ്റെ ജനത തങ്ങൾ പണ്ട് തള്ളിക്കളഞ്ഞ മശിഹയുടെ യഥാർത്ഥ രക്ഷയിലേക്ക് മടങ്ങി വരേണ്ടത് ദൈവവചനത്തിൻ്റെ നിവൃത്തിക്ക് അനിവാര്യമാണ്. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണത്. അതിൻ്റെ പ്രക്രിയകളാണ് ഒന്നൊന്നായി ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഖരിയാ പ്രവചനം 12:10 ഒടുവിൽ തങ്ങളുടെ സൈനിക ശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു ദിവസം യഹൂദ ജനത ഒന്നാകെ തങ്ങൾ ഒരിക്കൽ തള്ളിക്കളഞ്ഞ, തങ്ങൾ കുത്തിത്തുളച്ച യേശുക്രിസ്തുവിങ്കിലേക്ക് നോക്കി നിലവിളിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യും. അന്ന് മശിഹ അവരെ രക്ഷിക്കുവാനായി മടങ്ങിയെത്തും. അതേ ഇസ്രായേൽ ഇന്ന് എല്ലാ യുദ്ധങ്ങളും വിജയിക്കുമ്പോഴും യഹൂദൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരെ ആത്യന്തികമായ ആത്മീയ രക്ഷയിലേക്കും സമാധാനത്തിൻ്റെ പുതിയ യുഗത്തിലേക്കും നയിക്കുന്ന ദൈവിക പദ്ധതികൾ ഇതിനകത്ത് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് കൂടെ ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.